സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തിലെ കൗതുകമുള്ള ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം ധനവും സ്വർണവും മുഴുവൻ കൊടുത്തൊരു അമ്മയോട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മകനെയാണ് തരേണ്ടത്, നിങ്ങൾ സ്വർണവും കാശും വെക്കൂ നമ്മുടെ മാതൃഭൂമിയുടെ ഭാരതത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി. ആ കൊടുക്കുന്ന അമ്മയുടെ രംഗം സുഭാഷ് ചന്ദ്രബോസ് അവരുടെ കാല് തൊട്ടിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് നിങ്ങൾ ഞങ്ങളുടെ മാത്രം അമ്മയല്ല, നമ്മുടെ ഭാരതത്തിന്റെ അമ്മയാണ്. അതായത് ഏതൊരു സ്ത്രീയും അങ്ങനെ ത്യാഗം ചെയ്യുമ്പോൾ, ഒരുമിപ്പിക്കുമ്പോൾ, സ്നേഹത്തോടെ അവരെ ഈ നാടിനെ ഒന്നിപ്പിക്കുമ്പോൾ അവരെ നമ്മൾ സന്തോഷത്തോടെ ഭാരത് മാതാവെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ വിളിച്ചത് ആ ഭാരത് മാതയാണ്. അതേപോലെ ഒരു അതേപോലെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടും, ഒരുപാട് വെറുപ്പിന്റെ കാലത്ത് ജീവിച്ചിട്ടും, ഒരുപാട് വിദ്വേഷ പരാമർശങ്ങൾ കേട്ടിട്ടും അതിശക്തമായി തന്നെ നിന്ന നമ്മുടെ ആരതിയിൽ അങ്ങനെ ഒരു ഭാരതമാതാവിനെ നമുക്ക് കാണാം. ആരതി തന്നെ സഹായിച്ചത് മുസ്ലിം സഹോദരങ്ങളാണെന്നും തനിക്ക് അങ്ങനെ ലഭിച്ച മുസ്ലിം സഹോദരങ്ങൾ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ശക്തമായ സൈബർ ആക്രമണമൊക്കെ നേരിട്ട് പറയില്ല, എല്ലാം വളഞ്ഞ വഴിയെ പറയും. ഇവള് കരയാത്ത എന്താ? ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചില മാധ്യമങ്ങളിൽ കേൾക്കുകയായിരുന്നു. അതായത് ഇവള് തന്നെ ഭീകരവാദികളെ കൊണ്ട് കൊല്ലിച്ചായിരിക്കും തുടങ്ങിയ ഒരുപാട് കമന്റ്സ്. പിന്നീട് ഇവളുടെ കരച്ചിൽ, ഇവളുടെ വസ്ത്രം, ഇതെല്ലാം പറയുന്നത് ഈ കരച്ചിലും വസ്ത്രം ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിലുള്ള ഈ മുസ്ലിം വിരോധത്തിന്റെ ബേസിലുള്ള കമന്റ്സ് ആണ് പലപ്പോഴും ഉണ്ടാകുക. എന്തായാലും റിപ്പോർട്ടർ TV ആരതിയുടെ സഹോദരങ്ങളെ തെരഞ്ഞുപിടിച്ചു. പഹൽഗാമിലെ രക്ഷകരായ മുസാഫിറിനെയും സമീറിനെയും തെരഞ്ഞുപിടിച്ചു. ആ വീഡിയോ പെട്ടെന്ന് നോക്കുന്നു കാണാം. ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്, ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതിയെയും മക്കളെയും രക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്ത 2 കാശ്മീരി ഡ്രൈവർമാർ അവർ സഹോദരന്മാരാണെന്ന് ആരതി തന്നെ പറഞ്ഞിരുന്നു. ആ 2 പേർ, ആ സഹോദരന്മാർ എന്റെ അടുത്ത് നിൽക്കുകയാണ്. ഈ ചേർത്ത് പിടിക്കേണ്ട 2 കാശ്മീരി, ഒന്ന് മുസഫിർ, ഒന്ന് സമീർ. അവരോട് തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ചോദിക്കാം, അവർക്ക് നൽകേണ്ട ഒരു സ്നേഹവും പങ്കിടാം. ഉസ് ദിൻ ക്യാ ഹുവാ सब कुछ बताइए। 21 तारीख को शाम को 6 बजे के करीब मैंने उनको एयरपोर्ट से पिक किया, सीधा हम होटल में चेक। വീഡിയോ കാണണം, റിപ്പോർട്ടറിന്റെ ഫുള്ള് വീഡിയോ ഉണ്ട് ആ പഹൽഗാമിലെ രക്ഷകരെ കുറിച്ച്. യഥാർത്ഥത്തിൽ ആരതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ആരതിയുടെ വസ്ത്രങ്ങളും മറ്റും ഒരു ചെറിയ കാരണം മാത്രമാണ്. പിന്നിൽ ഈ മുസ്ലിം വിരോധമാണ്. ആരതിയെ നേരിട്ട് പറയാൻ പറ്റുന്നില്ല, കാര്യം ശ്രീ രാമേന്ദ്രൻ മരിച്ചതാണ്, ആരതി മകൾ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഈ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന, അതായത് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ തന്റെ തലയിലേക്ക് തോക്കു ചൂണ്ടപ്പെട്ട ആരതി, തന്റെ 2 മക്കളെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആരതി, അമ്മയെയും മക്കളെയും എല്ലാം കൂടെ ഒരുമിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ആരതിയേക്കാൾ വിഷമവും ദേഷ്യവുമാണ് തങ്ങൾക്കെന്നാണ് ചില തീവ്ര ഹിന്ദുത്വവാദികൾ അഭിനയിക്കുന്നത്. ചുമ്മാ കപടമാണ്. ഓർക്കുക, കപട രാജ്യസ്നേഹമാണിത്, വ്യാജ രാജ്യസ്നേഹമാണിത്, ജിങ്കോയിസം അല്ല ഇത്, യഥാർത്ഥ രാജ്യസ്നേഹമല്ല. യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ആ രാജ്യസ്നേഹത്തിൽ രാജ്യത്തെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്, ബഹുസ്വരതയാണ്, ഒരുമയാണ്, ഐക്യമാണ്. അങ്ങനെ ആ ആരതിയുടെ സഹോദരങ്ങളായ മുസാഫിറിനെയും സമീറിനെയും കാണാൻ സാധിച്ചതിൽ സന്തോഷം. റിപ്പോർട്ടർ TVക്ക് അഭിവാദ്യങ്ങൾ. ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കാലത്ത് പോസിറ്റീവ്സിനെ പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, സമൂഹത്തിലേക്ക് എത്തിക്കുക. അതാണ് ഈ സമൂഹത്തിലെ നെഗറ്റിവിറ്റിയെയും വിഷങ്ങളെയും ഇല്ലാതാക്കാനുള്ള വഴി. ശ്രീ രാമേന്ദ്രന്റെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയല്ല പലരും ചെയ്യുന്നത്. പകരം ഈ അവസരം മുതലെടുത്ത് തങ്ങളുടെ മനസ്സിലെ ഇസ്ലാമോഫോബിയ കുത്തിക്കയറ്റാനാണ് പലരും ശ്രമിക്കുന്നത്. തീവ്രവാദത്തിന് മതമുണ്ടെന്നും അത് മതം ഇസ്ലാമാണെന്ന് പറയാതെ പറഞ്ഞും ഒക്കെ സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയം ഊട്ടിയുറപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ വശംവദരാകരുത്. അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വീണു പോകരുത്, അതിൽ കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റുകാരും വീണു പോകരുത്. അത് ഒരു തീവ്ര മനോഭാവമാണ്. ആ തീവ്ര മനോഭാവത്തെ എതിർക്കാൻ നമുക്ക് കഴിയട്ടെ, ഐക്യം പുലരട്ടെ. വളരെ സന്തോഷകരമായ വാർത്ത നിങ്ങളോട് പങ്കുവെക്കാൻ സന്തോഷമേ ഉള്ളൂ.